പുളിപ്പിച്ച ഉള്ളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ ഫെർമെന്റഡ് ഓണിയൻ ജ്യൂസ് മുടി വളരാൻ വളരെ നല്ലതാണ്. നമ്മൾക്കിന്ന് അതിലേക്ക് പോകാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഹെയർ ഫോൾ, മുടി പൊഴിച്ചില്, മുടി പൊട്ടിപ്പോവുക, താരൻ വരിക, ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലേ. നമ്മൾ നിറയെ വീഡിയോസ് അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് എളുപ്പം സ്യൂട്ടബിൾ എന്നുള്ളത് നോക്കി ചെയ്യുക. മുടിയുടെ ആരോഗ്യം നമ്മൾ പറയുന്ന മുടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ അകത്തോട്ട് എന്ത് കഴിക്കുന്നു അതിനെയാണ് നമ്മളുടെ മുടി ഇങ്ങനെ പുറത്തോട്ട് കാണിക്കുന്നത്. നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ആഹാരം ശരിയല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയും ശരിയായിരിക്കത്തില്ല. അതുകൊണ്ട് പുറത്ത് തേക്കുന്നതല്ലാതെ അകത്തും കൂടെ എന്തെങ്കിലും നല്ല നല്ല മിനറൽസ്, വിറ്റമിൻസ്, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, അങ്ങനെ അയൺ, ഇതൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കാൻ നോക്കണം. 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയമാണ്, മുടി വളരുമോ? അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞാൽ മുടി വളരുമോ? 60 വയസ്സ് കഴിഞ്ഞാൽ മുടി വളരുമോ? മുടി വളരും, ഉറപ്പായിട്ടും വളരും. പക്ഷെ അതിന് എന്താണ് വേണ്ടത്? നമ്മൾ റെഗുലറായിട്ടൊരു കെയർ കൊടുക്കണം ഉറപ്പായിട്ടും. കാരണം നമ്മളുടെ മുടി എപ്പോഴും ഡസ്റ്റിലോട്ടും സൺലൈറ്റിലോട്ടും കാറ്റിൽ, ബൈക്കിലൊക്കെ പോകുമ്പോൾ കാറ്റിലൊക്കെ പെട്ട് നമ്മുടെ മുടിയൊക്കെ വല്ലാതാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ചീത്ത കാര്യങ്ങളും നമ്മുടെ തലയിലോട്ട് വരുന്നതിനെ നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, താരൻ മാറ്റാനായിട്ട്, മുടിയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടൊക്കെ ഉള്ള ഒരു ഹെയർ പായ്ക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. വളരെ ഈസിയാണ്. ഇത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഒനിയൻ ജ്യൂസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എങ്ങനെ അത് ഫെർമെൻറ്റഡ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ തലയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെയർ പാക്കാണ് ഞാൻ ഇന്ന് ഇട്ട് കാണിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഹെയർ പാക്ക് തലയിൽ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഞാൻ ഹെയർ പാക്ക് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ ഇത് കഴിഞ്ഞാണ് ഇപ്രാവശ്യം കാണിക്കുന്നത്. കാരണം 2 പ്രാവശ്യം പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരണ്ട. ഇത് ഇട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 25-30 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ കുളിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് വീണ്ടും വീഡിയോ എടുക്കണം. അതൊന്ന് ലാഭിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാമറ ഷേക്കാവുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുണ്ടാക്കി ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഹെയർ പാക്കിലേക്ക് പോകാം. ഒനിയൻ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 3 ഒനിയനാണ്. ഇത് 2 പേർക്ക് തേക്കാനുള്ള ജ്യൂസ് കിട്ടുന്ന അത്രയാണ്. പുളിപ്പിച്ച ഉള്ളിനീര് അല്ലെങ്കിൽ ഫെർമെന്റഡ് ഒനിയൻ കൂടുതൽ സൾഫറിനെ റിലീസ് ചെയ്യുകയും നമ്മുടെ ഹെയർ റൂട്ട്സിനെ സ്ട്രെങ്തൻ ചെയ്യുകയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഹെയർ ഫോളിക്കിൾസിനെ, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒത്തിരി ഫാസ്റ്റ് ആകാനായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഒനിയൻ അല്ലെങ്കിൽ സബോള നമ്മൾക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ട് ഒരു ചോപ്പറിലോ എങ്ങനെയെങ്കിലും ഒരു ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ജ്യൂസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഹെയർ പാക്ക്, ഫെർമെന്റഡ് ഹെയർ പാക്ക് റെഡ്യൂസ് ഹെയർ ഫാൾ, നമ്മുടെ ഹെയർ ഫോളിനെ റെഡ്യൂസ് ചെയ്യുകയും അതിലുണ്ടായിരിക്കുന്ന സൾഫറും മിനറൽസും ഒക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഇംപ്രൂവ് ആക്കുകയും സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ ഇൻക്രീസ് ചെയ്യുകയും നമ്മളുടെ മുടി പൊട്ടിപ്പോകുന്നതിനെയും ഹെയർ ഫാളിനെയും ഒക്കെ തടയുന്നതാണ്. ഞാനൊരു വെജിറ്റബിൾ കട്ടറിലിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമാണ്. ഇതിലേക്ക് ഞാൻ ഒരു 10 ml വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഫെർമെന്റഡ് ഒനിയനില് ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി ഫംഗസ് പവർ കൂടുതലാണ്. അതുകൊണ്ട് നമ്മളുടെ സ്കിന്നിനെ ഡാൻഡ്രഫ് ഇല്ലാതെയും ഫ്ലേക്സ് ഇല്ലാതെയും ഇച്ചി സ്കാൾപ്പ് ഇല്ലാതെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഫെർമെന്റേഷൻ ഒനിയൻ കോമ്പൗണ്ട്സിനെ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിനെ ഈസി ആയിട്ടുള്ള ഒരു ഫോമിലാക്കി നമ്മുടെ സ്കാൾപ്പിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനെ വളരെ ഈസി ആക്കുകയും ബെറ്റർ റിസൾട്ട് തരികയും ചെയ്യുന്നതാണ്. നമുക്കിത് അരിച്ച് ഇതിന്റെ ജ്യൂസ് മാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് സാൾട്ട് ചേർക്കാം. സാൾട്ട് നമ്മളുടെ സ്കിന്നിനെ വളരെ സൂത്തിങ് ആയിട്ട് ക്ലെൻസ് ചെയ്യുകയും സെറ്റും പിന്നെ അധികം പ്രൊഡക്റ്റ് ബിൽഡപ്പ് ഒക്കെ ഉള്ളതിനെ മാറ്റി ക്ലീൻ ആക്കുകയും നമ്മുടെ സ്കാൾപ്പിനെ ഫ്രഷ് ആൻഡ് ഹെൽത്തിയർ ആയിട്ട് വെക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഹണി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹണി നമ്മുടെ മുടി സ്ട്രോങ് ആകാനും സ്പ്ലിറ്റ് എൻഡ്സിനെ ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു 5-6 ഡ്രോപ്സ് ഓഫ് ഒരു 1/2 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കാസ്റ്റർ ഓയിൽ നമ്മുടെ സ്കാൾപ്പിനെ മോയ്സ്ചറൈസ് ആയിട്ട് വെക്കുകയും മുടിയെ മോയ്സ്ചറൈസ് വെക്കുകയും സ്മൂത്ത് ആക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് നീറ്റാക്കി വെക്കാം.
24 hours നമുക്ക് ഫെർമെന്റേഷന് വേണ്ടി വെക്കാം. അധികം ലൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് 24 മണിക്കൂറിന് ഫെർമെന്റേഷൻ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എടുത്തു നോക്കാം. ഒരു ബാഡ് സ്മെല്ലും ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ ചേർത്തിരിക്കുന്നത് സോൾട്ട്, ഹണി, വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ ബാഡ് സ്മെല്ലില്ല. ഉള്ളിയുടെ സ്മെല്ലുണ്ടാവും, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് തലയിൽ തേക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്തിനും നല്ല ഹെൽത്തി സ്കാൾപ്പിനും ഒക്കെ നല്ലതാണ്. നമ്മൾക്ക് ഇതിൽ നിന്നും എടുത്ത് ആവശ്യമുള്ള എടുത്ത് തേച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ആദ്യമായിട്ട് മുടി നന്നായിട്ട് ചീകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ചീകുന്ന മുടി നിങ്ങളുടെ ചീപ്പ് എപ്പോഴും കോമ്പ് നീറ്റാണെന്നും വൃത്തിയുള്ളതാണെന്നും ഒക്കെ ഉറപ്പുവരുത്തുക. നമ്മളുടെ മാർഷ്മെല്ലോ ഇട്ട കാരണം എൻ്റെ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഭയങ്കര സോഫ്റ്റാണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂടുതൽ മാർഷ്മെല്ലോ ഇട്ടത് കൊണ്ടാണ് മുടി ഒന്ന് ഒതുങ്ങി കിടക്കാൻ വേണ്ടി. നന്നായിട്ട് ചീകിയ മുടിയിലേക്ക് നമ്മൾക്കിപ്പോൾ നമ്മളുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ലിക്വിഡ് ഹെയർ പാക്കാണ്. ഇത് കണ്ടിട്ട് ഇനി മറ്റേ ഹെയർ പാക്ക് വേണ്ടി അങ്ങനെ ചോദിക്കരുത്. ഇത് മാസത്തിൽ ഒരു 2 പ്രാവശ്യം മാത്രം ഇടുക. താരൻ പോകാനും മുടി വളരാനും ഒക്കെ വളരെ നല്ലതാണ്. എന്താണെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുന്ന മറക്കരുത്. മസാജ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ വരിക. അതായത് വളരാനായിട്ട് ഉള്ളിൽ കാത്തിരിക്കുന്ന മുടിയുടെ റൂട്ട്സൊക്കെ ഉണ്ടാവും. നമ്മളിതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയും ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും. ഞാൻ ഇവിടെ നോക്കി പിന്നെ സംസാരിക്കുന്നു. ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പോൾ ഒരിക്കലും ഹെയർ പാക്ക് ഇടാനോ ഹെയർ ഓയിൽ ഇടാനോ മസാജ് ചെയ്യാനോ ഒന്നും മറക്കരുത്. ആഫ്റ്റർ 50 ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഒന്ന് എഴുന്നേറ്റ ഉടനെ തലയൊന്ന് മസാജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻസ് മനസ്സിലുണ്ടെങ്കിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ഒക്കെ നല്ലതാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ റിലാക്സിങ് ആൻഡ് സൂത്തിങ് ആണ്. പിന്നെ വേറെന്താ പറയുക, ഞാനൊരു കമൻറ്റിനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ആലോചിച്ചത്. ആരോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോ സർജറിയൊക്കെ ചെയ്തു, ചിന്ന് നീളാനായിട്ട് സർജറി ചെയ്തു, ഇവിടെ എന്തോ ഫില്ലേഴ്സ് ചെയ്തു, കണ്ണിന് ചെയ്തു എന്നൊക്കെ. അത്രയ്ക്ക് കാശൊന്നും എനിക്കില്ല കേട്ടോ. അത്രയ്ക്ക് അത്രയ്ക്ക് കാശ് ചിലവാക്കാനുള്ള ഒരു മൈൻഡുമില്ല. ഇനി മേ ബി ഫ്യൂച്ചർ ആഫ്റ്റർ മൈ 90 or 95 ഞാൻ അത്ര നാൾ ജീവിച്ചിരിക്കുമെന്നറിയില്ല. അങ്ങനെയൊക്കെ ആകുമ്പം വിഭൂതി സ്കിൻ കെയർ ഇട്ടിട്ടും എനിക്കിങ്ങനെ റിങ്കിൾസും നമ്മളുടെ ചുളിവുകളും ഒക്കെ വരാൻ സാധ്യത ഒട്ടും തന്നെ ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്യും.
ഓക്കെ, അന്ന് എനിക്ക് കാശുണ്ടെങ്കിൽ. അതും ഞാൻ പറയുന്നു. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മളുടെ സാഹചര്യം എന്താണെന്ന്. ഓക്കെ, ഈശ്വരനനുസരിച്ച് അനുഗ്രഹിച്ചിട്ട് ഇൻഷാ അള്ളാ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ. എല്ലാം എല്ലാം നന്നായിട്ട് തന്നെ സംഭവിക്കട്ടെ. പോസിറ്റിവിറ്റി ഒക്കെ ഞാൻ ഓൾവേസ് അത് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നെഗറ്റിവിറ്റി ഞാൻ ഇടാറില്ല. ഞാൻ ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഞാനിവിടെ കൊടുക്കാം ആ കമൻറ്റ്. അതിന് പുള്ളി പിന്നെ വീണ്ടും റിപ്ലൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണോ, ശരി, ഓക്കെ, നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എന്നെ ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും ഇഷ്ടം നിങ്ങൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണ്, നിങ്ങൾ നിങ്ങളോട് സംസാരിച്ചാൽ സന്തോഷമാണ് എന്ന് പറയുന്ന കേൾക്കാനാണ്. അതുപോലെ തന്നെയാണ് എനിക്കിപ്പം ഈ ഒനിയൻ പാക്കൊക്കെ ഇട്ടുകൊണ്ട് മൈക്കിൽ വെള്ളം പോകുന്നതുകൊണ്ടാണ് കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേറൊന്നും എനിക്ക് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാനില്ല. ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൺസിസ്റ്റൻസിയോടെ വിടാതെ നിരന്തരമായിട്ട് പ്രയത്നിക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മുടി വളരാതെ ഒന്നുമില്ല. അതുപോലെ തന്നെ സ്കിൻ കെയർ നിരന്തരമായിട്ട് ചെയ്യൂ, മടിക്കാതെ ചെയ്യൂ. കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ദൂരെ കളയൂ. നീലാമരി ഉപയോഗിക്കാതിരിക്കൂ. അത് കെമിക്കൽ അല്ലെങ്കിലും ചില ഹെർബലായിട്ടുള്ള സാധനങ്ങൾക്കും ഞാൻ പണ്ടൊക്കെ വീഡിയോയിൽ പറയാറുണ്ട്, അസിഡിക് നേച്ചർ ഉള്ളതും നമ്മൾക്ക് ഫേസിലേക്ക് നമ്മളുടെ സ്കാൾപ്പും ഫേസിൻ്റെ സ്കിന്നും ഒക്കെ അബ്സോർവ് ചെയ്ത് അതിലിറങ്ങിയാണ് ആ നീലാമ്പരി ഇടുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളർ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കെയർ ചെയ്യൂ. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. ഞാൻ അവൈലബിൾ ആയിട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ക്രിസ്മസ് ഓഫറൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. എല്ലാവരും ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഹെയർ കെയർ ഒക്കെ ചെയ്ത് നമ്മളുടെ വിഭൂതിയിൽ നിന്നും ഇതൊക്കെ വാങ്ങിച്ച് നല്ല സുന്ദരന്മാരായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ആം താങ്കിങ് ദ യൂണിവേഴ്സ് ഫോർ എവറിത്തിങ്. ഓക്കെ, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല. നിങ്ങളോടും യൂണിവേഴ്സിനോടും ദൈവത്തിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് ദൈവത്തിനെ. ഓക്കെ, അപ്പോൾ ദൈവത്തിനും നന്ദി പറയുന്നു. അപ്പോൾ നല്ലൊരു കണ്ടന്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.